എനിക്ക് 2 മക്കളും 5 കൊച്ചുമക്കളുമാണുള്ളത്. അതിൽ അവരാരും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല. മോളും ഫാമിലി അങ്ങ് ന്യൂസിലൻഡിലും മോൻ ബാംഗ്ലൂരിലുമാണ്. എന്നാൽ ഇടയ്ക്ക് അവധിക്കാലത്ത് എൻ്റെ കൊച്ചുമക്കളൊക്കെയും വീട്ടിൽ വരുമ്പോൾ കൊച്ചുമക്കൾക്ക് ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മോളെ പൊന്നു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പൊന്നു ഒരിക്കൽ എന്നോട് ചോദിച്ചു, അമ്മച്ചി നമ്മൾ എന്തിനാണ് ഈ കുർബാന അനുഭവിക്കുന്നതെന്ന് എന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ അനുഭവ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ യേശു ക്രിസ്തു നമുക്കായി കാൽവറിയിൽ യാഗമായി തീർന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം അത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഉതകണമെന്നില്ല. ക്രിസ്തു മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പേർക്കാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് അതൊരു അനുഭവ യാഥാർത്ഥ്യമായി തീരുന്നത്. ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ കൊച്ചുമോൾക്കത് മനസ്സിലാകുകയില്ലാത്തതുകൊണ്ട് ഞാനതൊരു ചെറിയ കഥയായിട്ട് അവളോടത് പറഞ്ഞു കൊടുത്തു. ഇൻഫോസിസ് എന്ന ഒരു വലിയ IT കമ്പനിയുടെ സ്ഥാപകനായിരുന്നു നാരായണമൂർത്തി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ പേരാണ് സുധാമൂർത്തി. സുധാമൂർത്തി ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തകയാണ്, ഒരു എഴുത്തുകാരിയാണ്, അവരൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രൊഫസറാണ്. ഇൻഫോസിസിൻ്റെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഒരു ചെയർപേഴ്സണുമാണ്. ഒരിക്കൽ അവർക്ക് ട്രെയിൻ യാത്രയിലുണ്ടായ ഒരു അനുഭവ കഥയാണ് ഞാനിവിടെ പറയുന്നത്. സുധാമൂർത്തി ഒരിക്കൽ ട്രെയിനിൽ കർണാടകയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന വഴി അവർ സഞ്ചരിച്ചിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരു പെൺകുട്ടിയെ പിടികൂടുവാനിടയായി. സുധാമൂർത്തി ഇരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ആ പെൺകുട്ടിയെ ആ ടിക്കറ്റ് പരിശോധകൻ വന്ന് അസഭ്യ വർഷങ്ങൾ കൊണ്ട് ചൊരിയുകയാണ്. ഇത് കണ്ട സുധാമൂർത്തിക്ക് സഹിച്ചില്ല. സുധാമൂർത്തി ആ ടിക്കറ്റ് പരിശോധകനോട് പറഞ്ഞു, ഇനി ആ പെൺകുട്ടിയെ നിങ്ങൾ ഒന്നും പറയരുത്, അവളുടെ ടിക്കറ്റിൻ്റെ ചാർജ് ഞാൻ തന്നുകൊള്ളാം. എന്നാൽ ആ ടിക്കറ്റ് പരിശോധകൻ പറഞ്ഞു, ഈ ട്രെയിൻ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് തൊട്ട് തീരുന്നത് വരെയുള്ള ചാർജ് കൊടുക്കണമെന്നായി. അതും ആ സുധാമൂർത്തി സമ്മതിച്ചു. അങ്ങനെ ആ ടിക്കറ്റിൻ്റെ ചാർജ് കൊടുത്ത് ആ ടിക്കറ്റ് പരിശോധകൻ അവിടെ നിന്നും മാറിപ്പോയപ്പോൾ സുധാമൂർത്തി ആ പെൺകുട്ടിയെ വിളിച്ച് വളരെ വാത്സല്യപൂർവ്വം അവരുടെ സീറ്റിനരികിലിരുത്തി. ചിത്ര എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ സുധാമൂർത്തി ചോദിച്ചു, മോളെ നീ എന്തിനാണ് ഇങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തത്? എവിടെയാണ് നിൻ്റെ വീട് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയുടെ കരളിലിരിക്കുന്ന ഒരു കഥയാണ് അവൾ പറയാനുണ്ടായിരുന്നത്. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. അപ്പൻ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഏറെ നാൾ മുമ്പേ അവളുടെ അപ്പനും മരിച്ചുപോയി. അതോടുകൂടി അവളുടെ കഷ്ടകാലം ആരംഭിച്ചു. രണ്ടാനമ്മ അവൾക്ക് നല്ല ഭക്ഷണമോ നല്ല ഒരു വസ്ത്രമിടുവാനോ ഒന്നും സമ്മതിച്ചില്ല. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവളെങ്കിലും അവളെ സ്കൂളിൽ അയച്ചിരുന്നില്ല. ഇതെല്ലാം കേട്ട സുധാമൂർത്തി അവൾക്ക് ട്രെയിനിൽ തന്നെ നല്ല ആഹാരം വാങ്ങിക്കൊടുത്തു. അവളത് ആർത്തിയോടെ ഭക്ഷിച്ചു. എന്നാൽ സുധാമൂർത്തിക്ക് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ അവർ ആ സ്റ്റേഷനിലിറങ്ങി അവർക്ക് വേണ്ടി കാത്തുകിടന്നിരുന്ന കാറിനടുത്തേക്ക് യാത്ര ചെയ്തു. കാറിനടുത്തേക്ക് ചെന്ന് ഡോർ തുറന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നിറകണ്ണുകളുമായി കൂപ്പുകൈകളുമായി നിൽക്കുന്ന ചിത്രയെയാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത്. സുധാമൂർത്തിക്ക് ചിത്രയെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ മനസ്സ് വന്നില്ല. അവരുടെ സ്ഥാപനമായ ആ അനാഥാലയത്തിലേക്ക് അവളെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞു, ഈ പെൺകുട്ടിക്ക് പോകും വഴി അവൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അവിടെ കൊണ്ട് അവരോട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ 2 ആഴ്ചത്തേക്കിന് ഇവിടെ നിർത്തണം, 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ സുധാമൂർത്തി അവരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞു. തിരികെ വരുമ്പോൾ സന്തോഷവതിയായ ഒരു ചിത്രയാണ് അവിടെ കാണുവാൻ സാധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികളോട് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും, അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കും, അവരെ കുളിപ്പിക്കും. അവിടെയുള്ള ജീവനക്കാരുടെ എല്ലാം കണ്ണിലുണ്ണിയായി ചിത്ര തീർന്നിരുന്നു. അപ്പോൾ സുധാമൂർത്തി ചോദിച്ചു, മോളെ നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ അവളെ അടുത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുവാൻ വിട്ടു. അവൾ നല്ല മിടുക്കിയായിട്ട് പഠിച്ചു. പുനർപഠനത്തിനായിട്ട് അവളോട് ഏതാണ് നിനക്കിഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പം കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കാനാണ് അവൾക്ക് താല്പര്യമെന്നറിഞ്ഞു. അവളെ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പഠിച്ചു.
പഠിത്തം തീർന്നപ്പോൾ തന്നെ അവൾക്ക് നല്ല ഒരു ജോലി ലഭിച്ചു. അങ്ങനെ അവൾ ആദ്യത്തെ ജോലി കിട്ടിയപ്പം തന്നെ സുധാമൂർത്തിക്ക് നല്ല ഒരു സാരി വാങ്ങിക്കൊടുത്തു. കുട്ടികൾക്കൊക്കെയും നല്ല മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളുമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ആ പെൺകുട്ടി അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്ന് സുധാമൂർത്തിയും ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് അവളെ കാണുവാനിടയായി. സുധാമൂർത്തിയുടെ ആ ഹോട്ടലിലെ ചിലവൊക്കെയും കൊടുക്കാൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി ആ കൗണ്ടറിലെ ബില്ലടച്ചതായിട്ട് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന്